തിരുവനന്തപുരം മണ്ഡലത്തിലെ അഭിപ്രായം അറിയാനായി നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്ന ചാല മണ്ഡലത്തിലാണ്. നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് അഭിപ്രായവും ഇവിടുത്തെ വിഷയങ്ങളും ചോദിച്ചറിയാം. ചേട്ടാ, തിരുവനന്തപുരം സെൻട്രലിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്? CP ജോണാണ്. CP ജോണിനാ സാധ്യത. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് ഈ മറ്റേ ഇത് രണ്ടുപേരും അത്ര പോരാ, മറ്റു രണ്ടുപേരും അത്ര പോരാ. നല്ല കണ്ട് UDF ഗവൺമെന്റ് വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ജോൺ CP ജോൺ ജോൺ CP ജോൺ UDF സ്ഥാനാർത്ഥി. എന്തുകൊണ്ട്? നിൽക്കുന്നതിൽ ഇത്തിരി കൊള്ളാന്നുള്ള സ്ഥാനാർത്ഥി അങ്ങനെ ഇത്തിരി കൊള്ളാവുന്നത് പുള്ളിക്കാരനായതുകൊണ്ട് അല്ലേ? CP ജോണിനാണ് കൂടുതൽ ചാൻസ്. പിന്നെ ചിഹ്നമില്ലാത്തോണ്ടുള്ള ഒരു വിഷയമുണ്ട്. CP ജോൺ ഉറപ്പാ? ഉറപ്പ് 100%. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലെ ഭരണമൊക്കെ കണ്ടില്ലേ, സ്വർണവും അടിച്ചുമാറ്റലും ബഹളവും സ്വർണ്ണ കവർച്ച മെയിനായിട്ട് അത് തന്നെയാണ്. അതാണ് വിഷയം. മെയിനായിട്ടുള്ള വിഷയം അതാണ്. മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ട്? മറ്റല്ല, മെയിനായിട്ടുള്ള എടുത്ത് പറയേണ്ട വിഷയം ഇത് തന്നെയാണ്. കൊള്ളക്കാർ, കൊള്ള സംഘത്തെ അകറ്റി നിർത്തുക. അത് തന്നെയാണ് UDF 100% അവർ അധികാരത്തിൽ വരും. അടുത്ത ഭരിക്കാൻ പോണ UDF ആണ്. 100% ഉറപ്പ്. കോൺഗ്രസ് ആണ്. UDF സ്ഥാനാർത്ഥി ഉറപ്പാ? CPM കാരണം കുറെ പോരായ്മകൾ വരുത്തി വെച്ചിരിക്കുകയല്ലേ. CP ജോണിനാ മുൻതൂക്കം. ഉറപ്പ് ജയിച്ചിരിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസ്. UDF ജയിക്കും. ഉറപ്പാ? CP ജോൺ ഉറപ്പാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വമാണ്. പിന്നെ നല്ല പക്വത വന്ന രാഷ്ട്രീയക്കാരനാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ നല്ലവനാണ്. അതുകൊണ്ട് CP ജോണാണ് മുൻതൂക്കം. CP ജോണാണ് മുൻതൂക്കം. സാധാരണക്കാരൻ്റെ ഈ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇത്തവണ ഇലക്ഷനിൽ? പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ശബരിമല. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ ശബരിമല വിഷയത്തിന് വളരെ ഗൗരവമായിട്ട് കാണുന്നവരാണ് നമ്മളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ വികസന പ്രവർത്തനമെന്ന് ഇടതുപക്ഷ മുന്നണി പറഞ്ഞുവെങ്കിലും വികസന പ്രവർത്തനം എന്നൊരു പ്രവർത്തനമേ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ കൂടുതലും അഴിമതിയും അതൊക്കെ എല്ലാവരും പറയാൻ മടിക്കുന്നതാണ്. പക്ഷേ വളരെയേറെ അഴിമതി നടന്നിട്ടുള്ളൊരു ഭരണ വ്യവസ്ഥിതിയായിരുന്നു. അതുകൊണ്ട് CP ജോണിനെപ്പോലുള്ളവർ തന്നെ ജയിക്കണം, അധികാരത്തിൽ വരണം. UDF അധികാരത്തിൽ വരണം. CP ജോൺ വരാൻ സാധ്യത. CP ജോൺ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? പുള്ളി ഈ രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത ആളല്ല. ബന്ധമില്ലാത്ത ആളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സിൻ്റെ ക്വാളിറ്റി സാധാരണ ആൾക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പം അങ്ങനത്തെ ഒരു ലെവലിൽ ചിന്തിക്കുന്നത് കൊണ്ട് സുധീർ കരമന വരാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് CP ജോൺ ജയിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം സെൻട്രലിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസ്. UDF സ്ഥാനാർത്ഥിയാണ്. UDF സ്ഥാനാർത്ഥി. എന്തുകൊണ്ട്? UDF-നാണ് ഇവിടെ ഒരു മുൻഗണന. ആൾക്കാരെല്ലാം മുൻതൂക്കം പറയുന്നത്. ജോണിന് സാധ്യതയുണ്ട്. CP ജോണിന് സാധ്യത. നമ്മുടെ UDF സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ മുൻതൂക്കം.